ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മുടെ യൂട്യൂബിൽ ചെറിയൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്തിനെ കുറിച്ചാണെന്ന് ചോദിച്ചാൽ SMBSന്റെ അകത്തെ പ്രധാനപ്പെട്ട ഒരു ICയെ പറ്റി. അപ്പോൾ വളരെയധികം കമൻറ്റുകളാണ് അതിന് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ഇതുപോലത്തെ ഒരു SMBS ഒന്ന് ചെയ്ത് കാണിക്കാവോ, അല്ലെങ്കിൽ ഈ ഒരു SMBS ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്, നമുക്ക് വേണ്ട ആവശ്യമുള്ള റിക്വയർമെൻറ്റ് അനുസരിച്ച് SMBS നമുക്ക് നിർമ്മിച്ചെടുക്കാം, അങ്ങനെയുള്ള ഒത്തിരി കമൻറ്റുകൾ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും SMBSനെ പറ്റി ഒരു വീഡിയോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്നുള്ള എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ സ്പെഷ്യലായിട്ടും എങ്ങനെ നമുക്ക് വളരെ ലോ കോസ്റ്റിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കമ്പോണൻറ്റ് വെച്ച് ഒരു SMBS ഡിസൈൻ ചെയ്യാം, അതെങ്ങനെ നമുക്ക് പ്രാക്ടിക്കലായിട്ട് ഉപയോഗിക്കാം, അതിനെപ്പറ്റിയുള്ളതാണ്. അപ്പോൾ വീഡിയോ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. കാരണം ഇതിലുള്ള ചെറിയ കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് പ്രാക്ടിക്കലി ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പിന്നീട് അത് യൂസ്ഫുൾ ആയേക്കാം. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് ഒരു പവർ അഡാപ്റ്റർ എന്ന് പറയുമ്പം എടുത്ത് എയർ എറിഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ചാവാൻ പാകത്തിനുള്ള വെയിറ്റുള്ള അഡാപ്റ്ററുകളായിരുന്നു. നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാം, നമുക്ക് വലിയ ബൾക്കി ആയിട്ടുള്ള ട്രാൻസ്ഫോമറുള്ള എന്താ പറയുന്നത്, ഒരു പ്ലഗിലൊക്കെ കൃത്യം ഓലനാലി കുരുവിയെ പോലെ ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന രീതിയിലുള്ള അഡാപ്റ്ററുകളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അത്രയും വലിയ ഹെവി ആയിട്ടുള്ള ആ ഒരു പവർ സപ്ലൈയുടെ പ്രധാന കമ്പോണന്റ് എന്ന് പറയുന്നത് അതിനകത്ത് ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആയിരിക്കും. പിന്നെ റെക്ടിഫയർ, ഫിൽറ്റർ, ഏതൊരു ഇലക്ട്രോണിക്സ് ഹോബീസിനും അറിയാവുന്ന ഒരു കാര്യമാണ്. എന്തിനേറെ പറയണം, ഒരു സാധാരണ എന്താ പറയുന്നത് ചെറിയൊരു 10ാം ക്ലാസ് പരിജ്ഞാനമുള്ള ഒരു വ്യക്തിക്ക് പോലും വളരെ സിമ്പിളായിട്ട് അത് വെച്ച് റിപ്പയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കമ്പോണൻസേ അതിൽ കാണത്തുള്ളൂ. ഒത്തിരി അഡ്വാൻറ്റേജും ട്രാൻസ്ഫോമർ പവർ സപ്ലൈക്കുണ്ട്. സംഗതി വലിയ ബൾക്കിയൊക്കെ ആണെങ്കിൽ കൂടി ഇന്നും നമുക്ക് ആംപ്ലിഫയർ സിസ്റ്റത്തിലൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ട്രാൻസ്ഫോമർ പവർ സപ്ലൈസ്. കാരണം അവിടെ SMBS കൊണ്ടുവന്നുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ വളരെ സഡനായിട്ടുള്ള ഒരു ചേഞ്ചിനെ അക്സെപ്റ്റ് ചെയ്യാൻ SMBSന് കുറച്ച് സമയമെടുക്കും. അല്ലെങ്കിൽ എന്താ പറയുന്നത്, റെസ്പോൺസ് ടൈം എന്ന് പറയുന്നത് സാധാരണ ഒരു SMBSന് വളരെ കൂടുതലാണ്. അതായത് വളരെ സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ പെട്ടെന്ന് ഒരു ലോഡ് സർജ് വരുവാണെന്നുണ്ടെങ്കിൽ അവിടെ SMBS ഫെയിൽ ആവാനുള്ള ചാൻസ് ഉണ്ട്. അവിടെ ഇപ്പോഴും അതുകൊണ്ടാണ് നമ്മൾ ഈ ട്രാൻസ്ഫോമർ ചൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ആംപ്ലിഫയർ സിസ്റ്റത്തിലൊക്കെ ഏറ്റവും കുറഞ്ഞ രീതിയിലുള്ള നോയ്സ് ഉണ്ടാവാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ ഈ SMBS ബേസിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ യൂസ് ചെയ്യുകയെന്നുണ്ടെങ്കിൽ അവിടെ തീർച്ചയായിട്ടും എന്താ പറയുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് ഇന്റർഫറൻസ് ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഡിവൈസുകളിലൊക്കെ ഈ നോയ്സ് അഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പല രീതിയിലുള്ള സൗണ്ടുകളും സ്പീക്കറുകളെ കേൾക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ വരാതിരിക്കാനും ഒരു കണ്ടിന്യൂസ് യൂസ് എന്നുള്ള രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാനും എപ്പോഴും റിലയബിൾ ട്രാൻസ്ഫോമർ പവർ സപ്ലൈ തന്നെയാണ്. എന്നിരുന്നാലും SMBSനെ പറ്റിയും SMBSന്റെ അകത്തെ ഓരോ ബ്ലോക്കുകളെ പറ്റിയും അത്യാവശ്യം ഒരു SMBS നമുക്ക് നിർമ്മിക്കാൻ ആവശ്യമുള്ള ഒരു കോൺഫിഡൻസ് ലെവൽ സൃഷ്ടിക്കുക എന്നുള്ള രീതിയിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് SMBSനെ പറ്റി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. പിന്നെ ഒരു കാര്യം കൂടി, നമ്മൾ ഈ ട്രാൻസ്ഫോമർ ടൈപ്പ് പവർ സപ്ലൈ പറ്റിയും ട്രാൻസ്ഫോമർ ഇല്ലാതെ കപ്പാസിറ്റർ ഉപയോഗപ്പെടുത്തിയുള്ള പവർ സപ്ലൈ പറ്റിയുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഫ്രീ കിട്ടുമ്പോൾ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് SMBSന്റെ ടെക്നോളജിയിലേക്ക് വരാം. അപ്പോൾ SMBSന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചാൽ, അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാം, വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. ട്രാൻസ്ഫോമറിൻ്റെയും കപ്പാസിറ്ററിൻ്റെയും ഒക്കെ വലിപ്പം നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതായത് നമ്മളിപ്പോൾ 50 ഹെർട്സിൽ ഉപയോഗിക്കുന്ന ഒരു 2 ആംപിയർ തരുന്ന ട്രാൻസ്ഫോമർ നമ്മളൊരു 50 കിലോഹെർട്സിലേക്ക് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ 3-4 മടങ്ങ് ചെറിയ ഒരു അളവിലേക്ക് ഫോം ഫാക്ടറിയിലേക്ക് നമുക്ക് ട്രാൻസ്ഫോമറിൻ്റെ സൈസ് കുറയ്ക്കാൻ സാധിക്കും. അതുപോലെ എഫിഷ്യൻസി വളരെയധികം കൂട്ടാൻ സാധിക്കും. ഇപ്പം നമ്മൾ വളരെ കുറഞ്ഞ ഫ്രീക്വൻസിയിൽ ഒരു ട്രാൻസ്ഫോമർ പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെ വളരെയധികം ലോസസ് കൂടുതലായിരിക്കും. എന്നാൽ ഹൈ ഫ്രീക്വൻസിയിലേക്ക് പോകുന്തോറും നമുക്ക് അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഫെററ്റ് കോർ ആയതുകൊണ്ട് തന്നെ നല്ല എഫിഷ്യൻസി തന്നെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ റെക്ടിഫൈ ചെയ്ത് ഫിൽട്ടർ ചെയ്യുമ്പോഴും നമുക്ക് ആ ഒരു റിപ്പിൾ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. പിന്നെ നമ്മളവിടെ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യം, വളരെ ഹൈ ഫ്രീക്വൻസിയാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേക ഫിൽറ്ററുകൾ ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ നോയ്സിൻ്റെ ഒരു ശല്യം വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ഇന്നും നമ്മൾ ഈ പറയുന്ന വളരെ നോയ്സ് കുറവുള്ള സന്ദർഭങ്ങളിലൊന്നും അധികം SMBS പ്രിഫർ ചെയ്യാത്തത്. അഥവാ പ്രിഫർ ചെയ്യുവാണെങ്കിൽ തന്നെ വളരെ സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ടുള്ള ഫിൽറ്ററുകളൊക്കെ ഉള്ള SMBS ആണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. ഇനി നമ്മൾ നല്ലൊരു ഹൈ ക്വാളിറ്റി SMBS എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്ന പ്രൊട്ടക്ഷൻ സിസ്റ്റംസ് ആയിരിക്കും. പ്രത്യേകിച്ച് ഫ്യൂസുകൾ, MOV, അതുപോലെ തന്നെ NTC ഉള്ള അങ്ങനെയുള്ള പ്രത്യേക പ്രൊട്ടക്റ്റീവ് സിസ്റ്റംസ് അതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. എന്തെങ്കിലും കാരണവശാൽ ഒരു ഓവർ വോൾട്ടേജ് വന്നാൽ MOV അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. ഇനി നമ്മൾ പെട്ടെന്ന് സ്വിച്ച് ഓൺ ചെയ്യുമ്പം കപ്പാസിറ്റർ ഇനീഷ്യലി ഷോർട്ടാണ്. അപ്പം നമുക്ക് ഈ പറയുന്ന NTC എന്ന് പറയുന്ന പ്രത്യേക തെർമിസ്റ്ററുകൾ അതിനകത്തുണ്ട്. അത് സ്ലോ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ആ ഒരു സിസ്റ്റത്തിലേക്ക് അതിനെ നയിക്കും. ഇനിയും നമുക്ക് ഈ പറയുന്ന പോലെ ഫ്യൂസ് എന്തെങ്കിലും കാരണവശാൽ കപ്പാസിറ്റർ ഷോർട്ടോ അല്ലെങ്കിൽ അതിനകത്ത് ആക്റ്റീവ് എലമെൻറ്റ് ഷോർട്ട് ആവുകയാണെങ്കിൽ ആ ഫ്യൂസ് അടിച്ചു പോകും. അപ്പോൾ അങ്ങനെയുള്ള പ്രൊട്ടക്റ്റീവ് മെഷേഴ്സൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഒരു സ്റ്റാൻഡർഡൈസ് ചെയ്ത SMBSൽ എപ്പോഴും ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്ന പ്രൊട്ടക്ഷൻ ആയിരിക്കും പ്രാധാന്യം കൊടുക്കുന്നത്.
ഇനി നമ്മൾ സെക്കൻഡ് സ്റ്റേജിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ കാണാൻ സാധിക്കുന്നത് ഒരു റെക്ടിഫയർ ആൻഡ് ഫിൽട്ടർ സിസ്റ്റം ആയിരിക്കും. അതായത് ഒരു ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയറും കാണും, അതുപോലെ തന്നെ നമുക്കൊരു കപ്പാസിറ്റർ ഫിൽറ്ററും കാണും. അപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്ന ഫിൽട്ടർ കപ്പാസിറ്ററിന് നല്ല പ്രാധാന്യമുണ്ട്. നല്ല വാല്യൂ കൂടിയതും അതുപോലെ വോൾട്ടേജ് റേഞ്ച് കൂടിയതായിട്ടുള്ള ഒരു ഫിൽട്ടർ കപ്പാസിറ്റർ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ SMPS മാക്സിമം അതിൻ്റെ കറണ്ട് കപ്പാസിറ്റി പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അതുപോലെ നോയ്സും കുറവായിരിക്കും. അപ്പം നമ്മൾ പറഞ്ഞു ഇവിടെ റെക്ടിഫയർ ആൻഡ് ഫിൽറ്റർ ഉണ്ട്. പക്ഷേ ഈ റെക്ടിഫയർ ആൻഡ് ഫിൽറ്ററിൻ്റെ അതുപോലെ തന്നെ പ്രൊട്ടക്ഷൻ സിസ്റ്റത്തിൻ്റെ ഇടയ്ക്ക് മറ്റൊരു കമ്പോണൻറ്റ് കൂടിയുണ്ട്. അതാണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻ്റർഫറൻസ് അഥവാ EMI ഫിൽറ്റർ എന്ന് പറയുന്നത്. നമ്മൾ ഈ SMPS പ്രവർത്തിക്കുമ്പോൾ വളരെയധികം ഹൈ ഫ്രീക്വൻസി നോയ്സ് ഉണ്ടാവാൻ ചാൻസ് വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് ഈ സ്വിച്ചിങ് എലമെൻറ്റ്സ് നമുക്കറിയാം കിലോഹെർട്സ് റേഞ്ചിലാണ് വർക്ക് ചെയ്യുന്നത്. ഏകദേശം 20 കിലോഹെർട്സ് തുടങ്ങി ഒരു 100 കിലോഹെർട്സ് റേഞ്ച് വർക്ക് ചെയ്യുന്നതായതുകൊണ്ട് തന്നെ ഇത്തരം നോയ്സുകളെ തിരിച്ച് ലൈനിലേക്ക് കടത്തിവിടാതിരിക്കാനും അതുപോലെ തന്നെ ലൈനിൽ ഇത്തരം നോയ്സ് ഉണ്ടെങ്കിൽ തിരിച്ച് SMPS എൻ്റർ ചെയ്യാതിരിക്കാനും ഈ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് ഇൻ്റർഫറൻസ് ഫിൽറ്റർ അവിടെ സഹായിക്കും. അപ്പോൾ പ്രൊട്ടക്ഷൻ സർക്യൂട്ട്സ്, EMI ഫിൽറ്റർ, അത് കഴിഞ്ഞിട്ട് റെക്ടിഫയർ ആൻഡ് ഫിൽറ്റർ. ഇനിയുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതുള്ള നമ്മുടെ സ്വിച്ചിങ് സ്റ്റേജ്. അതായത് ഇപ്പം നമ്മൾ പ്യുവർ DC ആക്കി മാറ്റി, AC-നെ DC ആക്കി മാറ്റി. ഇനി ആ DC-യിൽ നിന്ന് ഒരു ഹൈ ഫ്രീക്വൻസി ഓസിലേഷൻസ് സൃഷ്ടിക്കുക. അതിനുവേണ്ടി നമ്മളൊരു മീഡിയം പവർ ട്രാൻസിസ്റ്ററോ അല്ലെങ്കിൽ ഹൈ പവർ ട്രാൻസിസ്റ്ററോ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ നിലയിൽ നമ്മൾ ഈ ട്രാൻസിസ്റ്ററുകളെല്ലാം റീപ്ലേസ് ചെയ്ത് IC-കൾ വരാൻ തുടങ്ങി. അത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. കാരണം ട്രാൻസിസ്റ്റർ ഉപയോഗിച്ച് നമ്മൾ ഒരു SMPS ബിൽഡ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ചെറിയ പാരാമീറ്ററിലുള്ള വേരിയേഷൻ, ഒരു ബയാസിങ്ങിലുള്ള ചെറിയ വ്യത്യാസം പോലും അതിൻ്റെ ഓസിലേഷൻ പ്രോപ്പറായിട്ട് സ്റ്റാർട്ട് ചെയ്യണമെന്നില്ല. അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ IC ഉപയോഗിക്കുക എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ തന്നെ സ്റ്റാർട്ട് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുതന്നെയല്ല, കൃത്യമായിട്ടുള്ള ലൈൻ ലോഡ് റെഗുലേഷൻ, ലൈനിൽ എന്തെങ്കിലുമൊക്കെ വോൾട്ടേജ് വേരിയേഷൻ വന്നാലും ലോഡിൽ പെട്ടെന്ന് ചേഞ്ച് വന്നാലും IC കൃത്യമായിട്ട് അതിനകത്ത് ഉള്ള ആ ഒരു ബ്ലോക്ക്, ഇന്റേണൽ ബ്ലോക്കിൽ അത് കൃത്യമായിട്ട് അത് കറക്റ്റ് ചെയ്യാനുള്ള മെഷേഴ്സ് അവിടെ എടുത്തിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഫാസ്റ്റായിട്ട് തന്നെ ആക്യുറേറ്റ് ആയിട്ട് തന്നെ വർക്കാവും. പിന്നെ IC ഉപയോഗിക്കുക എന്നുള്ള മറ്റൊരു അഡ്വാൻറ്റേജ്, നമുക്ക് ഒരു സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഡിസൈൻ, ഒരു IC-യുടെ ഡാറ്റ ഷീറ്റ് എടുക്കുവാണെങ്കിൽ അതിൽ ഉപയോഗിക്കേണ്ട റെസിസ്റ്ററും കപ്പാസിറ്ററും അതൊക്കെയാണ് കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അത് വെച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് ചെയ്താൽ മതി. ട്രാൻസിസ്റ്റർ വയ്ക്കുമ്പോഴാണല്ലോ ഈ ബീറ്റ വാല്യൂ അതൊക്കെ നോക്കേണ്ടി വരിക. അപ്പം ഈ IC-ക്കകത്ത് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഇൻബിൽട്ടാണ്. അതായത് അതിൻ്റെ പൾസ് വിത്ത് മോഡുലേഷൻ കറക്റ്റ് ചെയ്യാനുള്ള സിസ്റ്റംസ്, ഓവർ ടെമ്പറേച്ചർ ഷട്ട് ഡൗൺ ആവാനുള്ള കാര്യങ്ങൾ, ഇതെല്ലാം ഉണ്ട്. പക്ഷേ ട്രാൻസിസ്റ്റർ ആണെങ്കിൽ അങ്ങനെയൊന്നുമില്ല. ഇനി നമ്മൾ ഈ പറയുന്ന സ്വിച്ചിങ് സ്റ്റേജിന് ശേഷം പിന്നെ അടുത്തതായിട്ട് വരുന്നത് നമുക്കൊരു ട്രാൻസ്ഫോമർ ആയിരിക്കും. അപ്പോൾ പ്രത്യേകിച്ച് നമുക്കൊരു ഹൈ ഫ്രീക്വൻസി ട്രാൻസ്ഫോമർ ആണ് അവിടെ വരുന്നത്. അത് നമ്മുടെ ആപ്ലിക്കേഷൻ അനുസരിച്ച് സ്റ്റെപ്പ് അപ്പോ സ്റ്റെപ്പ് ഡൗണോ ആയിരിക്കും. അപ്പം സാധാരണ നമ്മൾ സ്റ്റെപ്പ് ഡൗൺ ആണ് യൂസ് ചെയ്യാറ്. ഇനി ഈ ഒരു ഹൈ ഫ്രീക്വൻസി AC-യെ നമുക്ക് DC ആക്കി മാറ്റണം. അപ്പോൾ അതിനുവേണ്ടി സാധാരണ ഡയോഡ് റെക്ടിഫയർ അല്ല യൂസ് ചെയ്യുന്നത്, ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഷോർട്ട് കീ ഡയോഡ് യൂസ് ചെയ്തിട്ടുള്ള റെക്ടിഫയർ ആണ് യൂസ് ചെയ്യുന്നത്. അതായത് വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് കിലോഹെർട്സ് റേഞ്ചിൽ ഈ സ്വിച്ച് ചെയ്യുന്ന സമയത്ത് സാധാരണ ഡയോഡ് ഉപയോഗിച്ചാൽ അത് റിവേഴ്സ് ബയാസിലും ഓൺ ആയിട്ടിരിക്കും. അപ്പോൾ അത് ഇൻഎഫിഷ്യൻ്റ് ആണ്. അതുതന്നെയല്ല, നമുക്ക് വേണ്ട രീതിയിലുള്ള വോൾട്ടേജ് അവിടെ കിട്ടത്തില്ല. അപ്പം നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന ഫാസ്റ്റായിട്ട് റിക്കവറി റേറ്റുള്ള ഡയോഡുകൾ, അല്ലെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഹൈ സ്പീഡിൽ സ്വിച്ച് ചെയ്യാൻ സാധിക്കുന്ന ഡയോഡുകളാണ് അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനത്തെ ഡയോഡുകൾക്ക് ശേഷം നമ്മുടെ സാധാരണ കപ്പാസിറ്റർ ഫിൽറ്ററുകൾ വരാറുണ്ട്. ഇനി നല്ല SMPS ഒക്കെ എടുക്കുവാണെങ്കിൽ അവിടെ LC ഫിൽറ്റർ, പൈ ഫിൽറ്റർ, ഇതെല്ലാം യൂസ് ചെയ്ത് വളരെ ക്ലീൻ ആയിട്ടുള്ള ഔട്ട്പുട്ട് ആയിരിക്കും എടുക്കുന്നത്. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഔട്ട്പുട്ടിൽ നിന്ന് ഒരു സാമ്പിൾ നമ്മൾ ഇങ്ങെടുക്കും. ഈ സാമ്പിൾ എടുത്തതിന് ശേഷം അത് ഒക്ടോ ഐസൊലേറ്റർ വഴി നമ്മുടെ ഈ SMPS-ന്റെ പ്രീവിയസ് സ്റ്റേജിലേക്ക്, അതായത് ആ സ്വിച്ചിങ് സ്റ്റേജിലേക്ക് കണക്ട് ചെയ്യും. അതായത് ലോഡിൽ എന്തെങ്കിലും വേരിയേഷൻ വരുവാണെങ്കിലോ അല്ലെങ്കിൽ ലൈനിൽ എന്തെങ്കിലും വേരിയേഷൻ വരുവാണെങ്കിലോ ഔട്ട്പുട്ട് വോൾട്ടേജിനെ കൃത്യമായിട്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് നിർത്താനുള്ള ഒരു ഫീഡ്ബാക്ക് അല്ലെങ്കിൽ ഒരു ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഇവിടെ നമ്മളൊരു റെഫറൻസ് വോൾട്ടേജ് സെറ്റ് ചെയ്യും. അതിനുവേണ്ടി നമുക്ക് സാധാരണ രീതിയിൽ സെൻസർ ഡയോഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ മുമ്പത്തെ വീഡിയോ പറഞ്ഞിട്ടുള്ള പോലെ പ്രോഗ്രാമബിൾ സെൻസർ ഡയോഡ്, ഒരു 3 പിൻ ആയിട്ടുള്ള ഒരു വോൾട്ടേജ് റെഫറൻസ് സിസ്റ്റം ഉണ്ട്, അത് നമ്മൾ യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്ത് ഒരു വോൾട്ടേജ് നമ്മൾ സെറ്റ് ചെയ്താൽ ആ വോൾട്ടേജ് അനുസരിച്ചുള്ള പൾസിൻ്റെ വിഡ്ത്തായിരിക്കും കൃത്യമായിട്ട് ആ സ്വിച്ചിങ് സ്റ്റേജിൽ നടക്കുന്നത്. ഇനി വോൾട്ടേജിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഫീഡ്ബാക്ക് സിസ്റ്റത്തിൽ അത് എറർ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള മെഷേഴ്സ് അവിടെ കൊടുക്കും. അങ്ങനെ SMPS-ന്റെ വോൾട്ടേജ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യും. ഇതാണ് വളരെ സിമ്പിളായിട്ടുള്ള SMPS-ന്റെ വർക്കിംഗ്. എന്തായാലും ഇതിപ്പോൾ IC വെച്ചിട്ടുള്ള ഒരു SMPS എങ്ങനെ നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കുക എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് തന്നെ നോക്കാം. അപ്പോൾ നമ്മൾ ഒട്ടും താമസിക്കുന്നില്ല, നേരെ നമുക്ക് പ്രാക്ടിക്കൽ സെക്ഷനിലേക്ക് പോവാം.
ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കുറച്ച് SMBSൻ്റെ സർക്യൂട്ട് ബോർഡുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ ബോർഡിൻ്റെ സ്പെസിഫിക്കേഷനും അതിലുപയോഗിക്കുന്ന കമ്പോണൻസ് ഒക്കെ ഒന്ന് പരിചയപ്പെടാം. വളരെ സിമ്പിളായിട്ടുള്ള ഒരു SMBS ബോർഡാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ലോ പവർ ട്രാൻസിസ്റ്റർ ഉപയോഗിച്ചുള്ള ഈ SMBS ബോർഡിന് 5 വോൾട്ട് 250 മില്ലി ആംപിയർ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. ഇനി ഇതിനെക്കാട്ടിലും കുറച്ചുകൂടെ പവർഫുൾ ആയിട്ടുള്ള ഒരു SMBS ആണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇതിൽ മീഡിയം പവർ ട്രാൻസിസ്റ്ററാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൻ്റെ മാക്സിമം കപ്പാസിറ്റി എന്ന് പറയുന്നത് 5 വോൾട്ട് 500 മില്ലി ആംപിയർ ആണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് 12 വോൾട്ട് 2 ആംപിയറിൻ്റെ മോസ്ഫെറ്റ് ബേസ് ചെയ്തിട്ടുള്ള SMBS ആണ്. ഇതിൽ ഹീറ്റ് സിങ്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട്. കുറച്ചുകൂടി നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. ഇനി ഇതിനെക്കാട്ടിലും പവർഫുൾ ആയിട്ടുള്ള ഒരു SMBS കാണിച്ചു തരാം. അതിൽ ഹൈ പവർ മോസ്ഫെറ്റ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്പെഷ്യൽ ഹീറ്റ് സിങ്കും കൊടുത്തിട്ടുണ്ട്. വലിയ ട്രാൻസ്ഫോമറാണ്. നമുക്ക് 12 വോൾട്ട് 5 ആംപിയർ, അതുപോലെ കുറഞ്ഞ വോൾട്ടേജ് 5 വോൾട്ട് 3.3 വോൾട്ടൊക്കെ ഇതിനകത്ത് ലഭ്യമാകും. ഇത് പണ്ടത്തെ പ്രിൻ്റർ, ഇപ്പോഴത്തെ ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പുള്ള പ്രിൻ്ററിലെയാണ്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് കാണുന്ന കോമൺ ആയിട്ടുള്ള SMBS ബോർഡ്. ഇനി നമുക്ക് IC ബേസ് ചെയ്തിട്ടുള്ള SMBS ബോർഡുകളെ പരിചയപ്പെടാം. ഇതൊരു 5 വോൾട്ട് 2 ആംപിയറിൻ്റെ SMBS ബോർഡാണ്. ചാർജറിനകത്തൊക്കെ യൂസ് ചെയ്യുന്നതാണ്, വളരെ കോമൺ ആണ്. ഇത് 12 വോൾട്ട് 1 ആംപിയറിൻ്റെ SMBS ബോർഡാണ്. ഇതും IC ബേസ് ചെയ്തിട്ടുള്ളതാണ്. DK112 എന്ന് പറയുന്ന IC ആണ് ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്നത്. ഇനി നമ്മുടെ സെറ്റപ്പ് ബോക്സ്, അതുപോലെ തന്നെ പണ്ടത്തെ DVD പ്ലെയർ, ഇതിനകത്തൊക്കെ പവർ സപ്ലൈ സെക്ഷനിൽ ഒരു IC കാണാം. ഇതാണ് വൈപ്പർ 12 എന്ന് പറയുന്ന IC. ഇത് നമുക്ക് 2 ആംപിയർ വരെ മാക്സിമം നമുക്ക് ഔട്ട്പുട്ട് പ്രൊവൈഡ് ചെയ്യും. ഇനി നമ്മൾ ഒരു ലിഥിയം അയൺ ചാർജറിൻ്റെ സർക്യൂട്ട് ബോർഡ് നോക്കിയാലും അതിലും കംപ്ലീറ്റ് IC തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു ബോർഡാണിത്. അപ്പോൾ നമുക്ക് എന്തായാലും തിയറിക്ക് അപ്പുറമുള്ള പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കണ്ട് മനസ്സിലാക്കി പഠിക്കാം. SMBSൻ്റെ ഒരു സർക്യൂട്ട്, ഒരു റിയൽ ആയിട്ടുള്ള പിക്ചറും നമുക്കൊന്ന് കമ്പയർ ചെയ്യാം. ഒരു നല്ല ഹൈ ക്വാളിറ്റി SMBSൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് പ്രൊട്ടക്ഷൻ സർക്യൂട്ട്, അതുപോലെ EMI ഫിൽറ്ററും ആയിരിക്കും. നമുക്ക് SMBS പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഹൈ ഫ്രീക്വൻസി നോയ്സിനെ വളരെയധികം കുറയ്ക്കാനും, അതുപോലെ ലൈനിലുണ്ടാകുന്ന നോയ്സ് SMBSനകത്ത് കയറാതിരിക്കാനുമാണ് EMI ഫിൽറ്റർ യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ EMI ഫിൽറ്ററിൻ്റെ കൂടെ പ്രൊട്ടക്ഷൻ സർക്യൂട്ടും നമ്മളവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. MOV പോലുള്ള പ്രൊട്ടക്റ്റീവ് മെഷേഴ്സും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് കണ്ടു നോക്കാം. ഇതിപ്പോൾ ഒരു DVD പ്ലെയറിൻ്റെ അകത്തെ SMBS ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും EMI ഫിൽറ്ററും ഫ്യൂസും ഒക്കെ. അപ്പോൾ എന്ത് തന്നെയായാലും ഫിൽറ്ററുകളുള്ള SMBS ബോർഡ് നമ്മൾ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിൽ നോയ്സ് വളരെ കുറവായിരിക്കും. നമ്മുടെ തിരിച്ച് ലൈനും പൊല്യൂട്ടഡ് ആക്കുന്നത് വളരെ കുറഞ്ഞിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും EMI ഫിൽറ്ററിന് SMBS ഡിസൈനിങ്ങിൽ വലിയ പ്രാധാന്യമുണ്ട്. ഈ ഒരു SMBS നോക്കി എന്ത് നല്ല ക്വാളിറ്റിയിലാണ് ആ EMI ഫിൽറ്ററൊക്കെ അവിടെ ഉള്ളത്. എന്നാൽ ചില SMBS ബോർഡുകളൊക്കെ എടുത്ത് നോക്കുവാണെങ്കിൽ EMI ഫിൽറ്ററിനുള്ള ഓപ്ഷൻ ഉണ്ട്, പക്ഷേ അത് ബൈപ്പാസ് ചെയ്തേക്കുന്നത് കാണാം. അപ്പോൾ ഇങ്ങനെയുള്ള SMBSകൾ നമ്മൾ ഒഴിവാക്കുന്നത് തന്നെയാണ് തീർച്ചയായിട്ടും നല്ലത്. ഇനി നമ്മുടെ പ്രൊട്ടക്ഷൻ സർക്യൂട്ടും EMI ഫിൽറ്ററും കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഫുൾ വേവ് റെക്ടിഫയറും അതുപോലെ കപ്പാസിറ്റർ ഫിൽറ്ററുമാണ്. AC DC ആക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ ഡ്യൂട്ടി. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന കപ്പാസിറ്ററിന് വലിയ പ്രാധാന്യമുണ്ട്. അപ്പോൾ കൂടിയ കപ്പാസിറ്റൻസ് ഉള്ള കപ്പാസിറ്റർ ഇടുന്നെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് കുറെ കൂടി സ്റ്റേബിൾ ആയിരിക്കും. ഇൻപുട്ടിലുണ്ടാകുന്ന ഫ്ലക്ച്വേഷൻസ് ഒന്നും അത്ര പെട്ടെന്ന് ഔട്ട്പുട്ടിൽ എഫക്റ്റ് ചെയ്തില്ല. മാക്സിമം കറണ്ട് കപ്പാസിറ്റി നമുക്ക് ഔട്ട്പുട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ കമ്പ്യൂട്ടറിലൊക്കെ അതുകൊണ്ടാണ് കൂടിയ കപ്പാസിറ്റൻസ്, ഇതുപോലെ 150 മൈക്രോഫാരഡിൻ്റെ ഒക്കെ കപ്പാസിറ്ററുകൾ കമ്പ്യൂട്ടർ SMBSൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ AC DC ആക്കിയതിന് ശേഷം ആ DCയിൽ നിന്നാണ് നമ്മൾ ഹൈ ഫ്രീക്വൻസി AC ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ അതിനാണ് ഈ സ്വിച്ചിങ് IC ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ സ്വിച്ചിങ് ICക്കകത്ത് തന്നെ ഇൻബിൽട്ടായിട്ട് തന്നെ മോസ്ഫെറ്റും ട്രാൻസിസ്റ്റർ ഡ്രൈവറൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ആക്റ്റീവ് എലമെൻറ്റിൻ്റെ ആവശ്യം അവിടെ വരുന്നില്ല. ഇതിനെയാണ് നമ്മൾ ഈ പറയുന്ന ട്രാൻസ്ഫോമറിലേക്ക് കടത്തിവിട്ട് അടുത്ത സ്റ്റേജിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പം ഇവിടെ യൂസ് ചെയ്യുന്ന ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഏകദേശം 20 കിലോഹെർട്സിനും 100 കിലോഹെർട്സിനും ഇടയ്ക്കായിരിക്കും. മിക്കവാറും 68 കിലോഹെർട്സാണ് വളരെ കോമൺ ആയിട്ട് ഇത്തരം ICകൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം സ്വിച്ചിങ് ICകളുടെ ഔട്ട്പുട്ടാണ് നമ്മൾ ഹൈ ഫ്രീക്വൻസി ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറിയിലേക്ക് കൊടുക്കുന്നത്. ഇനി നമ്മുടെ ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറിയിൽ സ്റ്റെപ്പ് ഡൗൺ ചെയ്തിട്ടുള്ള വോൾട്ടേജ് നമ്മൾ ഹൈ ഫ്രീക്വൻസി റെക്ടിഫയറിലേക്കും ഫിൽറ്ററിലേക്കും കൊടുക്കും. അപ്പോൾ ഇതേ രീതിയിലുള്ള ഒരു സിംഗിൾ ഡയോഡ് മതിയായിരിക്കും. ചില കേസിൽ 2 ഡയോഡ് യൂസ് ചെയ്യാറുണ്ട്. അത് കറണ്ട് കൂടുതൽ ലഭിക്കാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കേസിൽ നമ്മൾ 2 ഡയോഡ് പാരലായിട്ട് വെക്കാറുണ്ട്. അല്ലെങ്കിൽ വളരെ കോമൺ ആയിട്ട് ഒരു സിംഗിൾ ഡയോഡ് മാത്രമാണ് നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. പിന്നെ ഔട്ട്പുട്ടിൽ കപ്പാസിറ്ററിൻ്റെ വലിപ്പമൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും, കാരണം ഫ്രീക്വൻസി വളരെ കൂടുതലാണ്. അപ്പോൾ ഇവിടെ ഔട്ട്പുട്ടിൽ ഫ്രീക്വൻസി വളരെ കൂടുതലായതിനാൽ ഷോർട്ട് കീ ഡയോഡുകളാണ് യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ ഔട്ട്പുട്ടിൽ നിന്ന് നമ്മളൊരു ഫീഡ്ബാക്കും എടുക്കുന്നുണ്ട്. ആ ഫീഡ്ബാക്കിനെ ഒരു വോൾട്ടേജ് റെഫറൻസുമായിട്ട് കമ്പയർ ചെയ്തതിന് ശേഷം ഒപ്റ്റോ കപ്ലർ എന്ന ഡിവൈസ് വഴി നമ്മുടെ ICയിലേക്കും കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റം ഇവിടെ എക്സിസ്റ്റിംഗ് ആയതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ഒരു വോൾട്ടേജ് ലെവൽ അവിടെ മെയിൻറ്റെയിൻ ചെയ്യും. ഇവിടെ നമുക്ക് ഈ പ്രീസെറ്റ് വഴി വോൾട്ടേജ് അഡ്ജസ്റ്റ് ചെയ്യാം. ആ ഒരു വോൾട്ടേജ് റെഫറൻസ് സഹായിക്കുന്ന ഒരു ഉപകരണമാണ് ഒന്ന് സെൻസർ ഡയോഡ്, 2 നമ്മളിപ്പോൾ ഈ കാണുന്ന പ്രോഗ്രാമബിൾ വോൾട്ടേജ് റെഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഉപകരണങ്ങൾ വഴിയാണ് കൃത്യമായിട്ടുള്ള ഒരു വോൾട്ടേജ് നമുക്കവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നത്. അപ്പോൾ കാഴ്ചയിലെ ട്രാൻസിസ്റ്റർ പോലെ ഇരിക്കുന്ന ഈ ഒരു കമ്പോണൻ്റാണ് നമ്മൾ പറഞ്ഞ വോൾട്ടേജ് റെഫറൻസ്. ഇതിൻ്റെ അടുത്തുള്ള റെസിസ്റ്റൻസ് നമുക്ക് ചേഞ്ച് ചെയ്ത് ഔട്ട്പുട്ടിലെ വോൾട്ടേജും സെറ്റ് ചെയ്യാം. എല്ലാ SMBSനകത്തും അതേപോലത്തുള്ള വോൾട്ടേജ് റെഫറൻസ് കമ്പോണൻ്റ് കാണണമെന്നില്ല. ചില പഴയ SMBS ഒക്കെ നോക്കുവാണെങ്കിൽ അവിടെ സെൻസർ ഡയോഡാണ് വോൾട്ടേജ് റെഫറൻസ് ആയിട്ട് യൂസ് ചെയ്തേക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അത്
അതിനുശേഷമാണ് നമ്മുടെ ഒക്ടോ കപ്ലർ. അതായത് SMBSന്റെ ലോ വോൾട്ടേജ് ഔട്ട്പുട്ട് സ്റ്റേജും ഹൈ വോൾട്ടേജ് സ്വിച്ചിങ് സ്റ്റേജും തമ്മിൽ ഇന്റർകണക്ട് ചെയ്യുന്നത് ഈ ഒരു ഒക്ടോ ഐസൊലേറ്ററാണ്. അവിടെ ഫിസിക്കലി ഒരു കണക്ഷൻ ഇല്ല, അത് കാരണം നമുക്ക് ഷോക്ക് അടിക്കത്തില്ല. എന്നാൽ ചില സന്ദർഭങ്ങളിലെങ്കിലും നമുക്ക് SMBSന്ന് ചെറിയ തരിപ്പോ അടിയൊക്കെ കിട്ടാൻ മെയിൻ കാരണം ഇവനാണ്. 3-pin ഫെസിലിറ്റി ഇല്ലാത്ത SMBSലൊക്കെ നോയ്സിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ഇത്തരം കപ്പാസിറ്ററുകൾ നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം കപ്പാസിറ്ററുകളിൽ നിന്ന് വളരെ ചെറിയ രീതിയിലുള്ള മൈൽഡ് ആയിട്ടുള്ള ഷോക്ക് ചിലപ്പോൾ കയറി വരാറുണ്ട്. അപ്പോൾ നമ്മുടെ ഈ IC ബേസ് ചെയ്തിട്ടുള്ള SMBS നിർമ്മിക്കാൻ എന്തൊക്കെ കമ്പോണൻസ് നമുക്ക് വേണം നോക്കാം. ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഒരു ഫ്യൂസാണ്. 2 ആംപിയറിൻ്റെ ഫ്യൂസ് നമുക്ക് യൂസ് ചെയ്യാം, വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഇൻറഷ് കറണ്ട് പ്രൊട്ടക്ഷൻ, അതായത് സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ സഡൻ ആയിട്ടുള്ള ആ ഒരു സർജ് കറണ്ട് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി NGCകൾ യൂസ് ചെയ്യാം. 5 ohmsൻ്റെ NGC ആണിത്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് 430 വോൾട്ടിൻ്റെ ഒരു MOV ആണ്. ഹൈ വോൾട്ടേജ് സ്പൈക്കിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാനാണത്. ഇനി നമ്മൾ കപ്പാസിറ്ററിൻ്റെ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ 0.01 മൈക്രോഫാരഡ് 2 kVയുടെ ഹൈ വോൾട്ടേജ് കപ്പാസിറ്റർ 5 ആവശ്യമാണ്. പിന്നെ 104 അഥവാ 0.1 മൈക്രോഫാരഡ് 400 വോൾട്ടിൻ്റെ 2 കപ്പാസിറ്റർ, അത് പോളിസ്റ്റർ കപ്പാസിറ്ററാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ EMI ഫിൽട്ടർ സെക്ഷനിലാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് 0.1 മൈക്രോഫാരഡിൻ്റെ 275 വോൾട്ടിൻ്റെ ബോക്സ് കപ്പാസിറ്ററും അതിന് പകരം യൂസ് ചെയ്യാം. പിന്നെ ആവശ്യമുള്ളത് നമുക്ക് 474 അഥവാ 0.47 മൈക്രോഫാരഡിൻ്റെ 100 വോൾട്ടിൻ്റെ പോളിസ്റ്റർ കപ്പാസിറ്ററാണ്. അതുപോലെ തന്നെ ഔട്ട്പുട്ട് സ്റ്റേജിലായിട്ട് 104ൻ്റെ ഒരു പോളിസ്റ്റർ കപ്പാസിറ്ററും ആവശ്യമുണ്ട്. ഇനി നമുക്ക് 103ൻ്റെ ഒരു ഡിസ്ക് കപ്പാസിറ്ററും ആവശ്യമുണ്ട്. ഇനി നമ്മൾ ഇലക്ട്രോലിറ്റിക് കപ്പാസിറ്ററിൻ്റെ സെക്ഷനിലേക്ക് വന്നാൽ റെക്ടിഫയറിന് ശേഷം നമുക്ക് ആവശ്യമുള്ളത് 22 മൈക്രോഫാരഡ് 450 വോൾട്ടിൻ്റെ ഒരു ഹൈ വോൾട്ടേജ് ഇലക്ട്രോലിറ്റിക് കപ്പാസിറ്ററാണ്. ഇനി ഔട്ട്പുട്ട് സ്റ്റേജിലേക്കായിട്ട് നമുക്ക് വേണ്ടത് 25 വോൾട്ട് 2200 മൈക്രോഫാരഡിൻ്റെ ഒരു ഇലക്ട്രോലിറ്റിക് കപ്പാസിറ്ററാണ്. അപ്പോൾ ഈ കപ്പാസിറ്ററിൻ്റെ കൂടെ തന്നെ നമ്മൾ ഫിൽറ്ററുകൾ വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഇതിന് ശേഷം 220 മൈക്രോഫാരഡ് 25 വോൾട്ടിൻ്റെ ഇലക്ട്രോലിറ്റിക് കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ 4.7 മൈക്രോഫാരഡിൻ്റെ ഒരു കപ്പാസിറ്റർ. ഇനി ഇൻഡക്ടർ നോക്കുവാണെങ്കിൽ 1 സെൻറ്റിമീറ്റർ ഡയമീറ്റർ ഉള്ള കോറിൽ ഇതേ രീതിയിൽ 6 ടേൺസ് ചുറ്റിട്ടുള്ള ഒരു ഇൻഡക്ടർ കോയിൽ. ഇതൊക്കെ നമുക്ക് പഴയ ജങ്ക് ബോക്സ് ഇതേ രീതിയിൽ നിങ്ങൾ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്ന് ഇഷ്ടംപോലെ കമ്പോണൻസ് ഒക്കെ നമുക്ക് കിട്ടുന്നതാണ്. ഇനി നമ്മുടെ SMBS സർക്യൂട്ട് ബോർഡിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ലൈൻ ഫിൽട്ടർ ട്രാൻസ്ഫോമർ. ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണുന്നത് ഒരു 1 ആംപിയറിൽ താഴെയുള്ള റേഞ്ചിൽ യൂസ് ചെയ്യാൻ പറ്റിയ ലൈൻ ഫിൽട്ടർ ട്രാൻസ്ഫോമറാണ്. ഇനി അതിൽ കൂടിയ റേഞ്ച് വേണമെന്നുണ്ടെങ്കിൽ ഒരു 2 ആംപിയർ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കോയിലിൻ്റെ കട്ടി കൂടിയിട്ടുള്ള ലൈൻ ഫിൽട്ടർ ട്രാൻസ്ഫോമർ യൂസ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ സാധാരണ രീതിയിൽ 2 ആംപിയർ റേഞ്ചിലുള്ള സർക്യൂട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന ലൈൻ ഫിൽട്ടർ ട്രാൻസ്ഫോമറാണ്. ഇനി ഇതിലും കൂടിയതുണ്ട്, അതും കാണിച്ചു തരാം. നമ്മുടെ ഔട്ട്പുട്ടിൽ എടുക്കുന്ന ലോഡ് അനുസരിച്ച് ഇൻപുട്ടിൽ നല്ല രീതിയിൽ കറണ്ട് ഡ്രോ ചെയ്യും. അപ്പോൾ ഇതിൻ്റെ കോയിലിൻ്റെ കട്ടി കുറവാണെങ്കിൽ തീർച്ചയായിട്ടും കത്തിപ്പോവും. ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് ഒരു 5 ആംപിയർ റേറ്റിങ്ങിലുള്ള ഒരു SMBSനകത്തൊക്കെ യൂസ് ചെയ്യുന്ന ലൈൻ ഫിൽട്ടർ ട്രാൻസ്ഫോമറാണ്. ഇനി ഇതിനെക്കാട്ടിലും റേറ്റിംഗ് കൂടിയിട്ടുള്ള, അതായത് ഒരു 10 ആംപിയറിൻ്റെ ഒക്കെ SMBS ഒക്കെ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് നമുക്ക് ഇത്തരം ഹെവി ഡ്യൂട്ടി ആയിട്ടുള്ള ലൈൻ ഫിൽട്ടർ ട്രാൻസ്ഫോമറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ലോഡ് റിക്വയർമെൻറ്റ് ഏതാണെന്ന് നോക്കിയിട്ട് ഇഷ്ടമുള്ളത് നമുക്ക് ചൂസ് ചെയ്യാം. ഇതൊക്കെ വളരെ കോമൺ ആയിട്ട് ഇലക്ട്രോണിക്സ് കടകളിൽ വാങ്ങാൻ കിട്ടുന്നതാണ്. ഇനി SMBSന്റെ ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള ഒരു ഭാഗമാണ് SMBS ട്രാൻസ്ഫോമർ. ഫെറൈറ്റ് കോറിൽ നിർമ്മിച്ചിട്ടുള്ള ഈ ഒരു ഹൈ ഫ്രീക്വൻസി ട്രാൻസ്ഫോമറിൽ പ്രൈമറിയിൽ നമുക്ക് കൂടുതൽ ടേണിങ്സും സെക്കൻഡറിയിൽ കുറച്ച് ടേണിങ്സും ആണ് ഉള്ളത്. ഒന്നല്ലെങ്കിൽ ഇത് നമുക്ക് നമ്മുടെ വോൾട്ടേജ് റേഞ്ച് നോക്കിയിട്ട് കടകളിൽ നിന്ന് നമുക്ക് വാങ്ങാൻ സാധിക്കും, അല്ലെങ്കിൽ നമുക്ക് വൈൻഡ് ചെയ്തെടുക്കാം. ഇത്തരം ട്രാൻസ്ഫോമറുകളുടെ പ്രൈമറിയിൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ടാപ്പിംഗ് കാണും, സെക്കൻഡറിയിൽ പൊതുവെ ടാപ്പിംഗ് കുറവായിരിക്കും. പിന്നെ സെക്കൻഡറിയിൽ നമുക്ക് പ്രത്യേകം കാണാൻ പറ്റുന്ന ഒരു കാര്യം, ഒന്നിലധികം കോയിൽ സെറ്റുകൾ ഇതേ രീതിയിൽ നമ്മൾ ഒരേപോലെ പാരലായിട്ട് വൈൻഡ് ചെയ്യാറുണ്ട്. അതിൻ്റെ കറണ്ട് റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇതേ ടെക്നിക്ക് അവിടെ യൂസ് ചെയ്യുന്നത്. എന്തൊക്കെയായാലും ഇതിൻ്റെ കോറിൻ്റെ ഏരിയ പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള കറണ്ട് കിട്ടത്തില്ല. അപ്പോൾ കോർ ഏരിയ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ചില ട്രാൻസ്ഫോമറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാം വൈൻഡിങ്സ് കാണും, പക്ഷേ കോർ ഏരിയ വളരെ കുറവായിരിക്കും. അത് കാരണം ഉദ്ദേശിച്ച രീതിയിലുള്ള ഔട്ട്പുട്ട് കിട്ടത്തില്ല. ഇനി നിങ്ങൾക്ക് സ്വന്തമായിട്ട് ട്രാൻസ്ഫോമർ വൈൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേ രീതിയിലുള്ള ബോബിനും അതുപോലെ തന്നെ E&I ഫെറൈറ്റ് കോറൊക്കെ നമുക്ക് വിപണിയിൽ ലഭ്യമാണ്. അതുപയോഗിച്ച് നിങ്ങൾക്ക് വൈൻഡ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് ഉപയോഗിക്കേണ്ട കോപ്പർ വയർ, അതുപോലെ വയറിൻ്റെ ടേണിങ്സ്, ഗേജ്, ഇതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ അതിനൊരു പ്രത്യേക ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. SMBS ട്രാൻസ്ഫോമർ ഡിസൈൻ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഉപകരിക്കുന്ന നല്ലൊരു റെഫറൻസ് ലിങ്ക് ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ നോക്കാവുന്നതേ ഉള്ളൂ. അതിൽ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് എത്ര വാട്ട്സിന് എത്ര കോർ ഏരിയ വേണം, അതുപോലെ ഏതൊക്കെ ടൈപ്പാണ് യൂസ് ചെയ്യുന്നത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഓരോ കോറിൻ്റെ ഡയമെൻഷൻസും കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡഡ് ആണ്. പിന്നെ ആകപ്പാടെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഇതിൻ്റെ വൈൻഡിങ് ഇക്വേഷൻസ് ആണ്. അപ്പോൾ ഇത്തരം ഇക്വേഷൻസ് ഒക്കെ കൃത്യമായിട്ട് സോൾവ് ചെയ്ത് എടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എററുകൾ വരാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ഇത് സിമ്പിളായിട്ടുള്ള ഒരു ഇക്വേഷൻ അല്ല, കുറേ പാരാമീറ്റേഴ്സ് അതിലുണ്ട്. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് നോക്കിയെടുക്കാന്ന് വെച്ചാൽ ഒരു സാധാരണക്കാരന് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട കാര്യമില്ല. ഇതിനൊരു സൊല്യൂഷൻ ഉണ്ട്, നല്ല അടിപൊളി ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്, അത് ഞാൻ ലിങ്കിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇൻപുട്ട് വോൾട്ടേജ് എത്ര റേഞ്ചാണെന്നുള്ളത് നമുക്ക് അവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏത് IC ആണ്.
അപ്പോൾ അത് കൃത്യമായിട്ട് തന്നെ നമ്മളത് സ്പെസിഫൈ ചെയ്യുക. അപ്പോൾ ഇത് വൈപ്പർ 12 എന്നുള്ള IC ആണ് യൂസ് ചെയ്യുന്നത്. അത് നമ്മൾ കറക്റ്റായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഔട്ട്പുട്ടിൽ വേണ്ട വോൾട്ടേജ് എത്രയാണോ, അതായത് ഈ ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറി വരുന്ന വോൾട്ടേജ് എത്രയാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് കൃത്യമായിട്ട് നമ്മളിവിടെ അടിച്ചു കൊടുക്കുക. ഇപ്പോൾ ഉദാഹരണം പറയുവാണെങ്കിൽ ഞാൻ ഇവിടെ കൊടുക്കുന്ന വോൾട്ടേജ് എത്രയാണോ ആ വോൾട്ടേജ് അനുസരിച്ചുള്ള ടേണിങ്സ് ആയിരിക്കും എനിക്ക് ലഭിക്കുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് തന്നെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ട്രാൻസ്ഫോമറെ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ പ്രൈമറി എത്ര വേണം, അതുപോലെ സെക്കൻഡറി വൈൻഡിങ് എത്രയാണ്, ഇതെല്ലാം കൃത്യമായിട്ട് വിത്ത് ഗേജ്, വയർ ഗേജും കൂടെ നമുക്ക് അറിയാൻ പറ്റും. അതിനനുസരിച്ച് നമുക്ക് അവിടെ കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി ഡിസൈൻ തന്നെ വ്യത്യാസം വരുത്തണമെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് വോൾട്ടേജും കറണ്ടൊക്കെ മാറ്റി കൊടുത്താൽ മതി. അപ്പോൾ അതിനനുസരിച്ചുള്ള ടേണിങ്സിലുള്ള വ്യത്യാസം എത്ര വേണമെന്ന് കൃത്യമായിട്ട് തന്നെ ഇത് പറഞ്ഞു തരും. ഇനി വേറൊരു ടിപ്പ് കൂടി ഞാൻ പറഞ്ഞു തരാം. നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് മൾട്ടിപ്പിൾ ടാപ്പിംഗ്, അതായത് ഒരു ട്രാൻസ്ഫോമർ തന്നെ മൾട്ടിപ്പിൾ വോൾട്ടേജ് എടുക്കുന്ന ആ ഒരു പ്രോസസ്സുണ്ട്. അതുപയോഗിച്ച് നമുക്ക് പോസിറ്റീവ് നെഗറ്റീവ് വോൾട്ടേജ് ഒക്കെ എടുക്കാം. അപ്പോൾ അതിനാവശ്യമുള്ള ടേണിങ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ ജസ്റ്റ് ആഡ് ഔട്ട്പുട്ട് എടുക്കുക. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള വോൾട്ടേജും കറണ്ട് റേറ്റിംഗ് കൊടുക്കുക. അപ്പോൾ നമുക്ക് അവിടെ അപ്പുറത്തേക്ക് അത് പ്രത്യക്ഷമാവുന്ന കാണാൻ പറ്റും, എത്ര ടേണിങ്സ് ഉണ്ടെന്ന് കാണിച്ചു തരും. വീണ്ടും ആഡ് ഔട്ട്പുട്ട് എടുക്കുക. അപ്പോൾ ഒരു കാര്യമുണ്ട്, ICയുടെ ആ ഒരു ലിമിറ്റിനുള്ളിൽ തന്നെ നിൽക്കണമെന്ന് ഉണ്ട്, അല്ലെങ്കിൽ നമുക്കത് ഓവർലോഡാണെന്നുള്ളത് കാണിച്ചു തരും. അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് എത്ര ഔട്ട്പുട്ട് വേണമെങ്കിലും ആഡ് ചെയ്തിട്ട് അതിൻ്റെ ടേണിങ്സ് ഉണ്ട് എത്ര വേണമെന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് നോക്കി മനസ്സിലാക്കാം. അപ്പോൾ ഒരു ബുദ്ധിമുട്ടുമില്ല. ഈ സോഫ്റ്റ്വെയർ ഫ്രീ വേർഷനാണ്. അതിൻ്റെ ലിങ്ക് കൂടി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് ഈ കാര്യം. അപ്പോൾ എന്തായാലും ആ ഒരു സോഫ്റ്റ്വെയർ ടൂൾ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള റേഞ്ചിലുള്ള ട്രാൻസ്ഫോമറൊക്കെ ഒന്ന് ഡിസൈൻ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് ഡയോഡിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് ബ്രിഡ്ജ് റെക്ടിഫയർ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഘടകമാണ്. ഇത് വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ബ്രിഡ്ജ് റെക്ടിഫയർ മൊഡ്യൂളാണ് MB10 എന്ന് പറയുന്നത്. ഏകദേശം 800 mA വരെയാണ് ഇതിൻ്റെ മാക്സിമം കപ്പാസിറ്റി. പിന്നെ നമ്മൾ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് W10 എന്ന് പറയുന്ന റെക്ടിഫയർ മൊഡ്യൂൾ. ഇതാണെങ്കിൽ 1.5 ആംപിയർ വരെ മാക്സിമം ഹാൻഡ് ചെയ്യും. ഇനി DB105 എന്ന് പറയുന്ന മൊഡ്യൂളാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 1 ആംപിയർ ആണ് അതിൻ്റെ കറണ്ട് ക്യാരിങ് കപ്പാസിറ്റി. KBL04 ആണെങ്കിൽ 4 ആംപിയർ വരെ കറണ്ട് ക്യാരിങ് കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ബ്രിഡ്ജ് റെക്ടിഫയറിന് ശേഷമുള്ള കപ്പാസിറ്ററിൻ്റെ വാല്യൂ വളരെ കൂടുതലാണെങ്കിൽ ഇത്തരം ഹൈ കറണ്ട് റേറ്റിംഗ് ഉള്ള റെക്ടിഫയർ മൊഡ്യൂൾ ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. ഇനി നമ്മുടെ സർക്യൂട്ടിൽ ഫാസ്റ്റ് റിക്കവറി ഡയോഡും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. FR104 എന്ന് പറയുന്ന ഫാസ്റ്റ് റിക്കവറി ഡയോഡ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഔട്ട്പുട്ട് സ്റ്റേജിൽ ഹൈ ഫ്രീക്വൻസി റെക്ടിഫയർ ആയിട്ട് നമ്മൾ SR506 എന്ന് പറയുന്ന ഷോർട്ട് കീ ഡയോഡാണ് യൂസ് ചെയ്യുന്നത്. ഇനി വോൾട്ടേജ് റെഫറൻസിനായിട്ട് നമ്മൾ ഒരു സെനർ ഡയോഡ് യൂസ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ആ റിക്വയർമെൻറ്റ് അനുസരിച്ച് സെലക്ട് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോഗ്രാമബിൾ വോൾട്ടേജ് റെഫറൻസ് യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. KA431 എന്ന് പറയുന്നതാണ് നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം ഇതിനൊക്കെ ശേഷമാണ് നമ്മൾ PC817 എന്ന് പറയുന്ന ഒപ്റ്റോ ഐസൊലേറ്റർ യൂസ് ചെയ്യുന്നത്. ഇനി നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പോണൻ്റ് ആണ് വൈപ്പർ 12 എന്ന് പറയുന്ന ഈ ഒരു IC. അപ്പോൾ ഇതിനകത്ത് ഇൻബിൽട്ട് ആയിട്ട് തന്നെ ഓവർ വോൾട്ടേജ്, ഓവർ കറണ്ട്, ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷൻ ഒക്കെ ഉണ്ട്. എന്തായാലും ഈ ആക്റ്റീവ് കമ്പോണൻസ് എല്ലാം വർക്ക് ചെയ്യണമെങ്കിൽ പാസീവ് കമ്പോണൻറ്റ് സപ്പോർട്ട് കൂടിയേ തീരൂ. അപ്പോൾ നമുക്ക് റെസിസ്റ്റർ വേണം. അപ്പോൾ 10 ohms ഹാഫ് വാട്ടിൻ്റെ റെസിസ്റ്റർ ഒന്ന്, അതുപോലെ 1 K റെസിസ്റ്റർ ഒന്ന്, 4.7 K റെസിസ്റ്റർ ഒന്ന്, പിന്നെ 18 kilo അത് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ 15 kilo 1 വാട്ടിൻ്റെ റെസിസ്റ്റർ ഒന്ന്, പിന്നെ 50 kilo ഒരു പ്രീസെറ്റ് വോൾട്ടേജ് കൃത്യമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ പ്രീസെറ്റ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു LED. പിന്നെ എല്ലാത്തിനും പുറമെ നമ്മൾ യൂസ് ചെയ്യുന്ന PCB നല്ല PCB ആയിരിക്കണം, കാരണം ഹൈ വോൾട്ടേജ് കൈകാര്യം ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഗ്ലാസ് എപ്പോക്സി PCB യൂസ് ചെയ്യുക. അപ്പോൾ ഈ പച്ച കളറുള്ള PCB അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ്. മറ്റേ സ്റ്റാൻഡേർഡ് PCB വെച്ച് നോക്കുമ്പോൾ നമുക്കിതിൻ്റെ ആ ഒരു എന്താ പറയുന്നത് അരിക് കാണുമ്പോൾ തന്നെ നമുക്ക് കൃത്യം മനസ്സിലാവും അതിൻ്റെ ആ ഒരു വ്യത്യാസം. കണ്ടോ, ഇത് നല്ല കട്ടിയുണ്ട്, അതുപോലെ പെട്ടെന്ന് ബ്രേക്കബിളും അല്ല. ഇനി നമുക്ക് സർക്യൂട്ട് ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് അസംബിൾ ചെയ്യാം. അപ്പോൾ അങ്ങനെ അസംബിൾ ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഫോൾട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ റെക്ടിഫൈ ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ കമ്പോണൻസ് ഒക്കെ ഒന്ന് ക്ലീൻ ആക്കുക, എന്നിട്ട് നമ്മുടെ കോമൺ PCBയിലേക്ക് ഇറക്കി വയ്ക്കുക. അങ്ങനെ നമ്മുടെ SMPSൻ്റെ ഫസ്റ്റ് സ്റ്റേജ് ആയിട്ടുള്ള EMI ഫിൽറ്ററും പ്രൊട്ടക്ഷൻ സർക്യൂട്ട് എല്ലാം നമ്മൾ വളരെ കൃത്യമായിട്ട് നീറ്റായിട്ട് നമ്മൾ പ്ലേസ് ചെയ്തു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ കമ്പോണൻ്റ് എല്ലാം നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് സോൾഡർ ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഇതേ രീതിയിലുള്ള സോൾഡറിങ് സ്റ്റാൻഡുകൾ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് ഉപയോഗിക്കുന്നുണ്ട് ഒത്തിരി ബെനിഫിറ്റ്സ് ഉണ്ട്. ഒന്നാമത്തെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള രീതിയിൽ സോൾഡർ ചെയ്യാം. രണ്ടാമത്തെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഇതിനകത്ത് LED ഉണ്ട്, അതുപോലെ ലെൻസ് സിസ്റ്റം ഉണ്ട്. അപ്പോൾ വളരെ വ്യക്തമായിട്ട് തെറ്റുകളൊന്നും ഇല്ലാതെ, ഷോർട്ടൊന്നും ഇല്ലാതെ തന്നെ സോൾഡർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ലിങ്കും കൂടി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, താല്പര്യമുള്ളവർക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു സ്റ്റേജ് സോൾഡറിങ് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ സോൾഡറിങ്ങും ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞ് ഫസ്റ്റ് സ്റ്റേജ് അവിടെ സെറ്റായി. ഇനി സെക്കൻഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഫുൾ വേവ് റെക്ടിഫയർ ആൻഡ് ഫിൽറ്ററാണ്.
അപ്പോൾ ഈ ഒരു സ്റ്റേജിലേക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു റെക്ടിഫയർ മൊഡ്യൂളാണ്. ഇതേ രീതിയിൽ DB105 യൂസ് ചെയ്യാം, അല്ലെങ്കിൽ BR6 യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ പ്രിഫർ ചെയ്യുന്ന BR6 ആണ്, കുറച്ചും കൂടെ നല്ല ഒരു റിലയബിലിറ്റി ഉണ്ട്. അപ്പോൾ അതും കപ്പാസിറ്ററും കൂടെയാണ് ഇനി നമ്മൾ സോൾഡർ ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് കമ്പോണൻറ്റിൻ്റെ ഇടയ്ക്കുള്ള കണക്ഷൻസ് കൊടുക്കാൻ വേണ്ടി ഇതേ രീതിയിലുള്ള സിംഗിൾ സ്റ്റേറ്റ് വയറുകൾ യൂസ് ചെയ്യാം. അപ്പോൾ ഇതാകുമ്പോഴേക്കും ഹൈ കറണ്ട് കപ്പാസിറ്റി ഉണ്ട്, അതുപോലെ നല്ല റിലയബിളുമാണ്. അപ്പോൾ അത് സോൾഡർ ചെയ്യുന്ന വർക്കിലേക്ക് നമുക്ക് കടക്കാം. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സ്റ്റേജ് വിജയകരമായിട്ട് നമ്മൾ ചെയ്തെടുത്തു. എങ്കിലും നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം, കൃത്യമായിട്ട് കണ്ടിന്യൂറ്റി ഉണ്ടോ എന്ന് അറിയണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ കണ്ടിന്യൂറ്റി മോഡിലിട്ടൊന്ന് ടെസ്റ്റ് ചെയ്യുവാണ്. നമ്മൾ ഒത്തിരി സ്റ്റേജുകൾ ഒന്നിച്ച് ചെയ്യുന്നതിനെക്കാട്ടും നല്ലത് ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ എങ്കിലേ എന്തെങ്കിലും ഫോൾട്ടൊക്കെ ഉണ്ടെങ്കിൽ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഞാൻ EMI ഫിൽറ്ററിൻ്റെ ഓരോ സ്റ്റേജും കൃത്യമായിട്ടുള്ള കണ്ടിന്യൂറ്റി ടെസ്റ്റ് നടത്തുവാണ്. അപ്പോൾ ഇങ്ങനെ പരിശോധിച്ച സമയത്ത് നമ്മുടെ സർക്യൂട്ട് ഓപ്പൺ ആണെന്ന് മനസ്സിലായി, എവിടെയോ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ അത് ഞാൻ കുറേ നേരം നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ട്രാൻസ്ഫോമറിൻ്റെ സെക്ഷനിലാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ EMI ട്രാൻസ്ഫോമറിൽ നമ്മുടെ ഓറിയൻറ്റേഷൻ ഒന്ന് മാറിയിരിക്കുമായിരുന്നു, അതായിരുന്നു കാര്യം. അപ്പോൾ ഞാനിത് പതുക്കെ ഇങ്ങനെ പൊക്കിയെടുക്കുവാണ്. നമ്മൾ തിരിച്ചായിരുന്നു വയ്ക്കേണ്ടത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഓറിയൻറ്റേഷൻ കറക്റ്റ് അല്ലാത്തതുകൊണ്ടാണ് കണ്ടിന്യൂറ്റി വരാത്തത്. ഇനി നമുക്ക് ഈ ട്രാൻസ്ഫോമർ തിരിച്ച് ആ ഒരു പൊസിഷനിൽ റൊട്ടേറ്റ് ചെയ്ത് വയ്ക്കാം. എന്നിട്ട് സോൾഡറിങ്ങും കഴിഞ്ഞിട്ട് നമുക്കൊന്ന് കണ്ടിന്യൂറ്റി ടെസ്റ്റ് അടിച്ച് ഒന്നുകൂടെ ഒന്ന് വെരിഫൈ ചെയ്യാം. അപ്പോൾ കണ്ടിന്യൂറ്റി ടെസ്റ്റ് ചെയ്തപ്പോൾ ഈ തവണ കണ്ടിന്യൂറ്റി കിട്ടുന്നുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ ഇതേ രീതിയിൽ ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യാനും അത് റെക്ടിഫൈ ചെയ്യാനും എളുപ്പമായിരിക്കും. ഇനി നമുക്ക് 230 വോൾട്ട് AC മെയിൻസിൽ കൊടുത്തിട്ട് കൃത്യമായിട്ടുള്ള വോൾട്ടേജ് ഓരോ പോയിന്റിലും കിട്ടുന്നുണ്ടോ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഫേസ്, ന്യൂട്രൽ, എർത്ത് ഈ 3 വയറുകളും സോൾഡർ ചെയ്യുവാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ സർക്യൂട്ട് ബോഡി ഫ്യൂസൊക്കെ ഉള്ളതുകൊണ്ട് ഒരു സേഫ്റ്റി മെഷേഴ്സ് ഉണ്ട്. എങ്കിലും നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുമ്പം തീർച്ചയായിട്ടും പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് എടുത്തിരിക്കണം. അപ്പോൾ കയ്യറൊക്കെ ഇട്ട് എല്ലാം ടെസ്റ്റിങ്ങിനായിട്ട് ഞാൻ നോക്കുവാണ്. അപ്പം പ്ലഗ് കുത്തി ഒന്ന് ഓൺ ചെയ്തു. അപ്പം ഇവിടെ ഞാൻ AC വോൾട്ടേജാണ് ആദ്യം മെഷർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ റെക്ടിഫയറിന് തൊട്ട് മുമ്പായിട്ട് നമുക്ക് ഓരോ സെക്ഷനിലും കൃത്യമായിട്ടുള്ള വോൾട്ടേജ് വരുന്നുണ്ടോ എന്ന് വെരിഫൈ ചെയ്യാം. അപ്പോൾ ഇൻപുട്ട് വോൾട്ടേജ് എല്ലാം ഓക്കെയാണ്. ഇനി നമ്മൾ കപ്പാസിറ്ററിൻ്റെ അക്രോസ് വോൾട്ടേജ് നോക്കുമ്പോൾ ഒന്ന് ഞെട്ടും, ചിലപ്പോൾ 300 വോൾട്ടൊക്കെ കാണിക്കും. പക്ഷേ അത് സ്വാഭാവികമാണ്. നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ് ഏകദേശം 1.41 ടൈംസ് മേളിലായിരിക്കും കപ്പാസിറ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ്. പിന്നെ ലോഡൊന്നും കൊടുത്തില്ലെങ്കിൽ ഇത് സാവധാനമായിരിക്കും ഡിസ്ചാർജ് ആകുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു ഇതേപോലെയുള്ള 100 വാട്ടിൻ്റെയോ 60 വാട്ടിൻ്റെയോ ബൾബ് ഉപയോഗിച്ച് ഒന്ന് ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ സർക്യൂട്ട് ബാക്കി പണികൾ നടത്താവുള്ളൂ. ഇല്ലെങ്കിൽ ഷോക്ക് അടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. എന്തായാലും മൾട്ടിമീറ്റർ കൂടി യൂസ് ചെയ്ത് ഞാൻ കപ്പാസിറ്ററിൻ്റെ വോൾട്ടേജ് ഒന്നുകൂടെ ഒന്ന് വെരിഫൈ ചെയ്തു. 0 ആണെന്ന് ഉറപ്പാക്കിയതിന് ശേഷം നമ്മുടെ മെയിൻ വർക്കിലേക്ക് കിടക്കുവാണ്. അപ്പോൾ ഈ ഒരു ICയുടെ പിൻഡാഗേജ് നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം വ്യക്തമാവും. 5, 6, 7, 8 എന്നീ പിന്നുകൾ ജസ്റ്റ് ഒന്ന് ഷോർട്ട് ആക്കിയാൽ മതി. കാരണം അത് ഡ്രെയിനാണ്, ഔട്ട്പുട്ട് എടുക്കുന്നതാണ്. 1, 2 സോഴ്സ്, 3 ഫീഡ്ബാക്ക്, 4 പവർ സപ്ലൈ. അപ്പോൾ ഒരു സോക്കറ്റും കൂടെ ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ കാര്യങ്ങൾ നടക്കും. എന്തെങ്കിലും ഒരു ആവശ്യം വരുവാണെങ്കിൽ നമുക്ക് IC യൂസ് എടുക്കാനും എളുപ്പമായിരിക്കും. ഇനി നമുക്ക് SMPSൻ്റെ അടുത്ത സ്റ്റേജും കൂടെ അസംബിൾ ചെയ്ത് ബിൽഡ് ചെയ്യാം. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുമ്പോഴേക്കും അതിൻ്റെ പ്രൈമറി 20 ടേണിങ്സ് 2 ഉണ്ട്, അതിവിടെയാണ്. പിന്നെ അതുപോലെ തന്നെ ചെറിയ ഒരു ടാപ്പിംഗ് ഉണ്ട് 6 ടേൺസിൻ്റെ, അത് ഈ കാണുന്നതാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് IC വർക്ക് ചെയ്യാൻ ആവശ്യമുള്ള വോൾട്ടേജ് നമ്മൾ സപ്ലൈ ചെയ്യുന്നത്. ഇനി സെക്കൻഡറി നോക്കുവാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. കാരണം 2 പിന്നേ ഉള്ളൂ. അതുപോലെ കോയിലിൻ്റെ കട്ടിയും വളരെയധികം കൂടുതലായിരിക്കും. ഇനി നമ്മുടെ കയ്യിൽ ഒരു മൾട്ടിമീറ്റർ കൂടി ഉണ്ടെങ്കിൽ ഈ ടേണിങ്സ് തമ്മിലുള്ള ആ റേഷ്യോ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു റെസിസ്റ്റൻസിൻ്റെ കോമ്പിനേഷൻ നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ കണക്ട് ചെയ്യുമ്പോഴേക്കും നമ്മുടെ പ്രൈമറി വൈൻഡിങ്ങിൽ ഒരല്പം റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ കണക്ഷൻസ് ഉണ്ടോ ഇല്ലയോ എന്ന്, അതായത് ഒരു ടേണിങ്സ് അടുത്ത ടേണിങ്സുമായിട്ട് ഫിസിക്കലി കണക്റ്റഡ് ഉണ്ടോ ഇല്ലയോ നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയുവാണെങ്കിൽ ഇത് നോക്കുക, ഈ 2 ടെർമിനൽ നോക്കുമ്പോൾ കണ്ടിന്യൂറ്റി കാണിക്കുന്നുണ്ട്, റെസിസ്റ്റൻസ് കുറവാണ്. ഇനി ഇത് തമ്മിൽ കാണിക്കുമ്പോൾ അല്പം റെസിസ്റ്റൻസ് കൂടുതലാണ്. അപ്പോൾ അത് പ്രൈമറിയുടെ ഫസ്റ്റ് ടേണിങ്സ് ആണ്. ഇനി നമ്മൾ പ്രൈമറി തന്നെ സെക്കൻഡ് ടാപ്പിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ റെസിസ്റ്റൻസ് കുറവായിരിക്കും, കാരണം 6 ടേൺസ് അല്ലേ ഉള്ളൂ. അപ്പോൾ അതും നമുക്ക് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി. പിന്നെ സെക്കൻഡറി ഓൾറെഡി ടേണിങ്സ് കുറവാണ്, അതുപോലെ കോയിലിൻ്റെ കട്ടിങ് കൂടുതലാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും റെസിസ്റ്റൻസും വളരെയധികം കുറവായിരിക്കും. അങ്ങനെ നമ്മുടെ ട്രാൻസ്ഫോമർ എല്ലാം ടെസ്റ്റ് ചെയ്ത് കൃത്യമായിട്ട് ബോഡി നമ്മൾ ഇറക്കി വെച്ചു. ഇനി ട്രാൻസ്ഫോമറിൻ്റെ അടുത്ത് തന്നെയായിട്ട് ഒരു ഹൈ വോൾട്ടേജ് കപ്പാസിറ്ററും റെസിസ്റ്ററും ഡയോഡൊക്കെ കാണാം. ഇത് നമ്മൾ ഈ ട്രാൻസ്ഫോമർ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ബാക്ക് EMFനെ സപ്രസ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് സർക്യൂട്ടിലെ ബാക്കി സോൾഡറിംഗ് വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യാം.
അങ്ങനെ ആ ഒരു സ്റ്റേജിൽ നമ്മൾ വളരെ വിജയകരമായിട്ട് സോൾഡർ ചെയ്തെടുത്തു. ഇനി നമ്മുടെ ഔട്ട്പുട്ട് സ്റ്റേജിൽ ഏറ്റവും അവസാനമായിട്ട് ഒരു ഫിൽറ്ററും ഫീഡ്ബാക്ക് സർക്യൂട്ടും ഉണ്ട്. അപ്പോൾ അതാണ് ഇനി നമ്മൾ ബിൽഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ SMPSൻ്റെ ഔട്ട്പുട്ടിൽ നിന്നാണ് നമ്മൾ ഒരു ഫീഡ്ബാക്ക് ലൈൻ എടുത്തിട്ട് വോൾട്ടേജ് റെഫറൻസുമായിട്ട് കമ്പയർ ചെയ്ത് ഒപ്റ്റോ കപ്ലർ വഴി നമ്മുടെ ഈ മെയിൻ IC-യിലേക്ക് അയക്കുന്നത്. അങ്ങനെ നമ്മുടെ അവസാനത്തെ 2 ബ്ലോക്കുകൾ കംപ്ലീറ്റ് ചെയ്യാൻ ആവശ്യമുള്ള കമ്പോണൻസ് എല്ലാം നമ്മളെടുത്തു. അതെല്ലാം നമ്മൾ സെറ്റ് ചെയ്യുവാണ്. അതിനുശേഷം ഇതിൻ്റെ സോൾഡറിങ് കൂടെ കഴിഞ്ഞാൽ നമ്മുടെ പരിപാടിയെല്ലാം കഴിയും. അപ്പോൾ ആ ഒരു വർക്കിലേക്ക് നമുക്ക് പോവാം. അങ്ങനെ നമ്മൾ ഉദ്ദേശിച്ച പോലെ എല്ലാ കമ്പോണൻസും കൃത്യമായിട്ട് പ്ലേസ് ചെയ്ത് സെറ്റാക്കി. ഇനി ഒരു കാര്യം കൂടെ നമ്മൾ വ്യക്തമായിട്ട് നോക്കണം, കൃത്യമായിട്ട് എന്താണെന്ന് വെച്ചാൽ കണ്ടിന്യൂറ്റി. കാരണം ഓരോ സ്റ്റേജും നമ്മൾ കൃത്യമായിട്ട് ടെസ്റ്റ് ചെയ്ത് പോയില്ല എന്നുണ്ടെങ്കിൽ വലിയ ഷോർട്ട് സർക്യൂട്ടൊക്കെ വരുവാണെങ്കിൽ മുഴുവൻ സാധനം അടിച്ചു പോകും. അപ്പോൾ അതിനു മുമ്പ് എല്ലാം ഒന്ന് ടെസ്റ്റ് ചെയ്യുക, കണ്ടിന്യൂറ്റി വേണ്ടിടത്ത് ഉണ്ടോയെന്നും ഇല്ലാത്തടത്ത് എന്താണ് പ്രശ്നം എന്നൊക്കെ കൃത്യമായിട്ട് നോക്കുക. ഇനി അവസാനമായിട്ട് നമ്മുടെ ഈ ഔട്ട്പുട്ടിൽ നിന്നുള്ള ആ ഒരു കണക്ഷൻ, അതായത് നമ്മുടെ പ്ലസ് ഓർ മൈനസ് നമ്മൾ മൾട്ടിമീറ്ററുമായിട്ട് കണക്ട് ചെയ്തേക്കുവാണ് ഔട്ട്പുട്ട് വോൾട്ടേജ് മെഷർ ചെയ്യാൻ വേണ്ടി. ഇൻപുട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് സ്വിച്ച് ഓൺ ചെയ്യുവാണ്. അടിപൊളി, ആ LED കത്തിയിട്ടുണ്ട്. സ്വിച്ച് ഓൺ ചെയ്തപ്പോൾ തന്നെ നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് ഒന്ന് നോക്കാം. 11 വോൾട്ട് ഇപ്പോൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ പ്രീസെറ്റ് ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ നടത്തി കഴിഞ്ഞാൽ 12 ആവുമെന്ന് ഉറപ്പുണ്ട്. എന്തായാലും വർക്ക് ചെയ്ത് കണ്ടപ്പോൾ സന്തോഷമായി. അപ്പോൾ ഞാൻ എന്തായാലും പ്രീസെറ്റിൽ ചെറുതായിട്ടൊന്ന് വേരിയേഷൻ വരുത്തുവാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് വോൾട്ടേജ് കൂട്ടാനോ കുറയ്ക്കാനോ പറ്റും. അപ്പോൾ കൃത്യമായിട്ട് 12 തന്നെ കൊണ്ടെത്തിച്ചു. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഔട്ട്പുട്ടാണ് ഈ SMPS നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്തായാലും സർക്യൂട്ട് സ്വിച്ച് ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ IC-യിൽ ഹീറ്റ് സിങ്കും കൂടെ വയ്ക്കുകയാണ്. നമ്മൾ കൂടുതൽ ലോഡ് എടുക്കുമ്പോൾ ഓവർ ഹീറ്റ് ആവാതിരിക്കാൻ വേണ്ടിയാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഹീറ്റ് സിങ്കും കൂടെ കൊടുക്കുന്നത് തീർച്ചയായിട്ടും സർക്യൂട്ടിൻ്റെ റിലയബിലിറ്റി കൂടുതലായിരിക്കും. ഇപ്പോൾ ഞാനൊരു മോട്ടർ വർക്ക് ചെയ്യിപ്പിക്കുകയാണ്. ആ മോട്ടർ പ്രവർത്തിക്കുമ്പോൾ പോലും വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. അതിൻ്റെ അർത്ഥം ലോഡ് റെഗുലേഷൻ വളരെ പക്കയായിട്ട് നടക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഹെവി ലോഡൊക്കെ കൊടുത്ത് ടെസ്റ്റ് ചെയ്തപ്പോഴും IC ഒന്നും ചൂടാവുന്നില്ല എന്ന് കാണാൻ സാധിച്ചു. ഇനി നമുക്കിതിൻ്റെ ഔട്ട്പുട്ട് ഒരു LED സ്ട്രിപ്പേലും കൂടെ കണക്ട് ചെയ്ത് നോക്കാം. 12 വോൾട്ടിൻ്റെ, അത് നല്ല പക്കയായിട്ട് തന്നെ കത്തുന്നുണ്ട്, പ്രശ്നങ്ങളൊന്നുമില്ല. ഇനിയും കുറച്ചും കൂടെ ഹെവി ആയിട്ടുള്ള ഒരു ഇൻകാൻഡസെൻ്റ് ലാമ്പിലും കൂടെ നമുക്കൊന്ന് കൊടുത്തു നോക്കാം. കാരണം ഇങ്ങനത്തെ ഉള്ള ലാമ്പിൽ കൊടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ഉദ്ദേശിച്ച കറണ്ട് അവിടെ കിട്ടുന്നുണ്ടോ എന്ന് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതും നല്ല പക്കയായിട്ട് തന്നെ കത്തുന്നുണ്ട്. SMPS ചൂടാവുന്നൊന്നുമില്ല. അപ്പോൾ ഉദ്ദേശിച്ച രീതിയിലാണ് വർക്കാവുന്നത്. അപ്പോൾ ഇതിലേക്ക് ഏകദേശം 2 ആമ്പിയറോളം കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് സോൾഡറിങ് ആണ്, 12 വോൾട്ടിൻ്റെ ഒരു സോൾഡറിങ് ആണ്. ഇതും ഹെവി ലോഡാണ്. അപ്പോൾ അതും കൃത്യമായിട്ട് തന്നെ വർക്കാവുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്ത് പ്രവർത്തിപ്പിച്ച SMPS നല്ല കറണ്ട് റേറ്റിംഗ് ഉള്ളതാണ്. സംശയം ഉണ്ടെങ്കിൽ നോക്കുക. കണ്ടോ, സ്പാർക്ക് വരുന്നുണ്ടോ? ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷൻ ഉള്ളതുകൊണ്ട് അഥവാ അബദ്ധത്തിൽ ടച്ച് ചെയ്താലും IC-ക്ക് പ്രശ്നമൊന്നും വരുത്തില്ല. എന്ന് കരുതി ഇങ്ങനെ സ്ഥിരമായിട്ട് ചെയ്യരുത്, കപ്പാസിറ്ററിനും ട്രാൻസ്ഫോമറിനൊക്കെ കേടാണ്. പിന്നെ നമുക്ക് ഒരു 4 ഓമിൻ്റെ റെസിസ്റ്റർ, ഒരു 5 വാട്ടിൻ്റെ റെസിസ്റ്റർ വഴി നമുക്ക് കറണ്ട് ഒന്ന് മെഷർ ചെയ്ത് നോക്കാം. എന്തായാലും കറണ്ട് മെഷർ ചെയ്തപ്പോൾ നമുക്ക് 2 ആമ്പിയർ വരെ കിട്ടുന്നുണ്ട് മാക്സിമം. പിന്നെ ഇതിൽ ഒരു കാര്യം കൂടെ നമുക്ക് ടെസ്റ്റ് ചെയ്യാനുണ്ട്. നമുക്ക് ഇതിൻ്റെ വോൾട്ടേജ് ഫ്ലെക്സിബിലിറ്റി, അതായത് നമുക്ക് പൊട്ടൻഷ്യോമീറ്റർ അഡ്ജസ്റ്റ് ചെയ്യുന്ന വഴി 3.7 വോൾട്ട് തുടങ്ങി ഏകദേശം 20 വോൾട്ട് വരെ നമുക്ക് വളരെ സ്മൂത്തായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിൽ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക, വോൾട്ടേജ് കൂടുമ്പോൾ കറണ്ട് കുറയുന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം പരിഗണിക്കേണ്ടതാണ്. ലോ വോൾട്ടേജിലാണ് മാക്സിമം എഫിഷ്യൻസി കിട്ടുക. അപ്പോൾ ആ ഒരു ടെസ്റ്റിംഗ് നമ്മൾ കഴിഞ്ഞു. അടുത്തായിട്ട് നമുക്ക് ഈ ഒരു SMPSൻ്റെ നോയിസ് ലെവലും കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഈ SMPSൻ്റെ ഔട്ട്പുട്ട് ഒരു സാധാരണ റേഡിയോയിൽ കൊടുക്കുവാണ്. FM റേഡിയോയിൽ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും സൗണ്ട്. പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ എന്തായാലും നല്ല ക്ലീൻ ആയിട്ടുള്ള ഔട്ട്പുട്ടാണ് നമുക്ക് സ്പീക്കറിൽ നിന്ന് കേൾക്കാൻ പറ്റുന്നത്. ഇനി ചില SMPSകൾ, പ്രത്യേകിച്ച് എർത്തിങ് ഒന്നും ഇല്ലാത്ത SMPS എടുക്കുവാണെങ്കിൽ ഇതേ രീതിയിലുള്ള ഒരു കപ്പാസിറ്റർ നമുക്ക് കാണാൻ പറ്റും. പ്രത്യേകിച്ച് ട്രാൻസ്ഫോമറിൻ്റെ അടുത്തായിട്ട് 2 സ്റ്റേജുകൾ തമ്മിൽ ഇതേ രീതിയിൽ കണക്ട് ചെയ്തേക്കുന്ന കാണാം. അപ്പോൾ നോയിസ് കുറയ്ക്കാൻ വേണ്ടിയാണ് ഇത്തരം കപ്പാസിറ്റർ ഇടാറുള്ളത്. പക്ഷേ ഇത് മിക്കവാറും വില്ലനായിട്ട് മാറാറുണ്ട്. എർത്ത് പിന്നില്ലാത്ത SMPS ഒക്കെ നമ്മൾ ഇതേ രീതിയിൽ ടെസ്റ്റ് ചെയ്യുവാണെങ്കിൽ ചെറിയ ലീക്കേജ് കറണ്ട് നമുക്ക് കാണാൻ പറ്റും. വളരെ ചെറിയ രീതിയിൽ ഷോക്ക് അടിക്കാറുണ്ട് ചിലപ്പം. അപ്പോൾ അതിൻ്റെ പ്രധാന കാരണം ഈ ഒരു കപ്പാസിറ്ററാണ്. പക്ഷേ നമ്മുടെ ഡിസൈനിൽ ആ ഒരു കപ്പാസിറ്റർ യൂസ് ചെയ്തിട്ടില്ല. പകരം നമ്മൾ നെഗറ്റീവ് ടെർമിനൽ ഗ്രൗണ്ട് ചെയ്യുവാണ് ചെയ്തേക്കുന്നത്. അത് കാരണം ലീക്കും കാര്യങ്ങളൊന്നുമില്ല, വളരെ സേഫാണ്. അടുത്തതായിട്ട് നമുക്ക് SMPSൻ്റെ പ്രൈമറി സ്റ്റേജിൽ ഇതേ രീതിയിൽ പ്രോബുകൾ കണക്ട് ചെയ്ത് DSOയിൽ ഒന്ന് അതിൻ്റെ വേവ് ഫോംസ് ഒക്കെ ഒന്ന് വ്യൂ ചെയ്യാം. അപ്പോൾ എന്തായാലും നമ്മളൊരു ലോഡ് കൊടുക്കുമ്പോൾ ഇതിൽ വരുന്ന വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടോ, ലോഡ് കൊടുക്കുമ്പോൾ ആ പൾസിനുണ്ടാകുന്ന വിഡ്ത്തിനുണ്ടാകുന്ന ചേഞ്ച്, അതായത് ഔട്ട്പുട്ട് വോൾട്ടേജ് കറക്റ്റ് ചെയ്യാൻ വേണ്ടി പൾസിൽ വിഡ്ത്ത് ചേഞ്ച് ഉണ്ടാകുന്നു. അപ്പോൾ ഇതൊക്കെ തിയറിയിൽ പണ്ട് പഠിച്ച കാര്യങ്ങളാണ്. ഇതൊക്കെ നേരിട്ട് നിങ്ങൾക്ക് കാണാനുള്ള ഒരു അവസരം കൂടിയാണിത്. നമുക്ക് സർക്യൂട്ട് ബോർഡുകളൊക്കെ പൈസ കൊടുത്ത് വാങ്ങാം. എന്നാൽ ഇങ്ങനെയുള്ള അറിവുകളൊക്കെ നമുക്ക് സ്വമേധയാ നമ്മൾ ചെയ്തു നോക്കി പഠിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്കത് മനസ്സിൽ പതിയുന്നത്. ഇനി SMPSൻ്റെ ഔട്ട്പുട്ടിൽ പോസിറ്റീവ് വോൾട്ടേജ് മാത്രമല്ല, ഇതേ രീതിയിൽ സർക്യൂട്ട് കണക്ട് ചെയ്യുവാണെങ്കിൽ പോസിറ്റീവും ഗ്രൗണ്ടും നെഗറ്റീവും കിട്ടുന്നതാണ് ഡ്യുവൽ പവർ സപ്ലൈ ആക്കി മാറ്റിയെടുക്കുക. ഇനി അല്ലെങ്കിൽ നമുക്ക് ഡയോഡ് ഇതേ രീതിയിൽ ബാക്ക് ടു ബാക്ക് കണക്ട് ചെയ്തിട്ട് പോസിറ്റീവ് നെഗറ്റീവ് എടുക്കാവുന്നതാണ്.
അപ്പോൾ ഈ സർക്യൂട്ട് ഡയഗ്രം എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൂടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ഇനി ഇത് മാത്രമല്ല, SMBSനെ ബേസ് ചെയ്തിട്ടുള്ള സിമ്പിളായിട്ടുള്ള കുറേ കൂടി ചെയ്യാൻ എളുപ്പമുള്ള സർക്യൂട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയുവാണ്, ഹൈ വോൾട്ടേജ് പ്രവർത്തിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രിക്കോഷൻസ് ഒക്കെ എടുത്തിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ. അപ്പോൾ ഇലക്ട്രോണിക്സിൽ താല്പര്യമുള്ള എല്ലാവർക്കും ഇത് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ഈ കമ്പോണൻറ്റ് ലെവലിലുള്ള ഒത്തിരി വീഡിയോകളുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇലക്ട്രോണിക്സ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൽ ഓരോ വീഡിയോസും നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണണം. കാരണം അതിൽ പറഞ്ഞേക്കുന്ന ഓരോ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഉപകരിച്ചേക്കാം. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ ഇടയ്ക്ക് ഹോം പേജ് ഒന്ന് വിസിറ്റ് ചെയ്യുക. പിന്നെ അത്യാവശ്യം ചെറിയ ചെറിയ ട്രിക്കുകൾ നമ്മൾ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുവാണെങ്കിൽ നമ്മളിടുന്ന ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ആദ്യം തന്നെ എത്തുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു കണ്ടന്റുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ഗുഡ് ബൈ.